നേരത്തെ സൂചിപ്പിച്ച മോഷണ വാർത്തയിലേക്കാണ്. കോഴിക്കോട് ചേവരമ്പലത്ത് വീട്ടിൽ വൻ മോഷണം നടന്നിരിക്കുന്നു. 45 പവൻ സ്വർണമാണ് മോഷണം പോയിരിക്കുന്നത്. ഡോക്ടർ ഗായത്രിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിനകത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗേറ്റ് തുറന്നകത്ത് കയറിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ KV ഉണ്ട് എന്തായാലും വിവരങ്ങൾ നൽകാനായിട്ട്. രാഹുൽ, നമ്മൾ ഈ കാണുന്നത് മോഷ്ടാവിന്റെ ദൃശ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് മോഷണം നടന്നത്? വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണോ? ഇയാളെതാ CCTV ദൃശ്യത്തിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇയാളെ പിടികൂടാൻ ഇയാളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുന്നുണ്ടോ? പക്ഷേ തീർച്ചയായും വലിയൊരു മോഷണം തന്നെയാണ് കോഴിക്കോട് നഗരത്തിലുള്ള വീട്ടിൽ നടന്നിട്ടുള്ളത്. ചേവരമ്പലത്ത് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അവിടെയുള്ള വീട്ടിലാണ് ഈ 45 പവനോളം സ്വർണം മോഷണം പോയിട്ടുള്ളത്. ഡോക്ടർ ഗായത്രി എന്നാണ് അവരുടെ പേര്. അവരുടെ വീട്ടിൽ നിന്ന് പുലർച്ചെ 1:55 കൂടിയാണ് ഈ മോഷണം നടക്കുന്നത്. അതായത് മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഈ മോഷ്ടാവ് ഈ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് വരികയും വീടിന്റെ മുൻവശത്തുള്ള വാതിൽ തകർത്താണ് അകത്തേക്ക് കടന്നത്. തുടർന്ന് അലമാരയിലും അതുപോലെ മേശയിലും സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചിട്ടുള്ളത്, കവർന്നിട്ടുള്ളത്. ഈ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് മോഷണം എന്നാണ് ഏതായാലും നിലവിൽ മനസ്സിലാകുന്നത്. ഈ മാസം 11-ാം തീയതി ഡോക്ടർ കുടുംബം വീട് പൂട്ടി സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് പോയതാണ്. തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് തിരിച്ചു വന്നതാണ്. ഇന്ന് ഉച്ചയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തി നോക്കുമ്പോഴാണ് ഈ മോഷണവിവരം അറിയുന്നത്. ഏതായാലും ചേവായൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ പറമ്പിൽ ബസാറിൽ വലിയൊരു മോഷണവും നടന്നിരുന്നു. ഒരു വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണമാണ് മോഷണം പോയത്. അതായത് ആളില്ലാത്തിരുന്ന വീട്ടിൽ, അടച്ചിട്ടിരുന്ന വീട്ടിലാണ് അത്തരത്തിലുള്ള മോഷണം നടന്നത്. അതേപോലെ വീണ്ടും സ്വദേശത്തേക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ വീട്ടിൽ ആളില്ല എന്ന് കരുതി തന്നെ നടന്നിട്ടുള്ള മോഷണമാണല്ലേ? പക്ഷെ നിലവിൽ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കി ആ സ്ഥലമൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മോഷണം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് പുലർച്ചെ മോഷണം നടക്കുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഡോക്ടർ തിരിച്ച് വീട്ടിലേക്ക് വരികയും മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഏതായാലും കൃത്യമായ നിരീക്ഷണം അല്ലെങ്കിൽ ആ ഏരിയ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കിയതാണ് മോഷണം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് പോലീസ് തരികയും ചെയ്യുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഉച്ചയോടുകൂടിയാണ്, പുലർച്ചെ നടന്ന മോഷണമാണെങ്കിലും വീട്ടിലില്ലാത്തത് കൊണ്ട് ഉച്ചയോടുകൂടിയാണ് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതായാലും ചേവായൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റഡ് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പറമ്പിൽ ബസാറിലും ഒരു വീട്ടിൽ നിന്ന് 25 പവൻ മോഷ്ടിച്ച സംഭവം ഉണ്ടായത്. അതിലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരുന്നത്. അതില് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഇവിടെയും CCTV ദൃശ്യം ലഭ്യമായിട്ടുണ്ട്. ഈ CCTV ദൃശ്യത്തിൽ നമുക്ക് ഇയാളെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വീട്ടിനകത്ത് കയറി ഗേറ്റൊക്കെ സേഫ് ആണോ എന്ന് നോക്കി കയറിപ്പോയി മോഷണം നടത്തുകയാണ്. ഇത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു ഡോക്ടറുടെ വീട്ടിലാണ്, ഡോക്ടർ ഗായത്രിയുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അവര് വീട്ടിലില്ലാതിരുന്ന സമയത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇയാൾ ഒരുപക്ഷെ അവിടെയുള്ള ആ സാഹചര്യവും ആ റെസിഡൻസിലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തന്നെ നടത്തിയിട്ടുള്ള ഒരു മോഷണമാണെന്ന് വേണം നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ.